പത്തനംതിട്ട വയ്യാറ്റുപുഴ വില്ലൂന്നിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുന്നു. ഇന്ന് പുലർച്ചെയാണ് കിണറ്റിൽ കടുവ വീണ വിവരം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. വല ഉപയോഗിച്ച് പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ മയക്കുവെടിവെക്കും. രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടാകുന്നത്. പത്തനംതിട്ട വയ്യാറ്റുപുഴ വെല്ലുന്നിപ്പാറയിലാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ കടുവ വീണത്. ഇന്ന് പുലർച്ചോടെയായിരുന്നു സംഭവം. അതിനെ പുറത്ത് എടുക്കാനുള്ള, അതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. വല ഉപയോഗിച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ, വല ഉപയോഗിച്ച് അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോഴും അതിനെ, കടുവയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാനുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. എസ് നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, എന്തായി ഇതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു? ഇത്രയും സമയമാവുകയാണ്. ഈ കടുവയെ രക്ഷിക്കാനാകുമോ? അത് എങ്ങനെയാണ് ഈ ദൗത്യം പുരോഗമിക്കുന്നത്? അമൃത, കടുവയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിണറ്റിൽ നിന്നും കടുവയെ പുറത്തെത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നിലവിൽ മയക്കുവെടി വെച്ചിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുമ്പളിൽ നിന്നും എത്തിയ വെറ്റിനറി സർജൻ അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ കടുവയുടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കടുവ ഈ കിണറ്റിലേക്ക് വീഴുന്നത്. കൊല്ലംപറമ്പിൽ സുധാകരൻ എന്ന ആളുടെ കിണറ്റിലാണ് കടുവാകപ്പെട്ടിരിക്കുന്നത്. കടുവാകപ്പെട്ട ഉടൻ തന്നെ നാട്ടുകാർ വനംവകുപ്പിൽ വിവരം അറിയിക്കുകയും വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ഇവിടേക്ക് എത്തുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ കിണർ അടച്ചു മൂടുക എന്ന കാര്യം തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തത്. കാരണം ഈ ആളുകളുടെ ബഹളവും മറ്റും ഉണ്ടായാൽ കടുവ പരിഭ്രാന്തരാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കിണർ മൂടാനുള്ള ഒരു തീരുമാനമെടുത്തത്. പിന്നീട് ഈ 7 അടിയോളം ഉയരമുണ്ട കിണറിന്റെ മുകൾ ഭാഗം മുഴുവൻ മൂടിയ ശേഷമാണ് മണിക്കൂറുകളായി കടുവയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്. നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.